നമുക്കുള്ള പണി ഓട്ടോ വിളിച്ചാണെങ്കിലും നമ്മളെ തേടി കറക്റ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ എത്തുമെന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റ് അല്ലേ? എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റ് പണി എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു 8ന്റെ പണിയാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. കാരണം കസിൻസ് ഒക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് കറണ്ട് പോയത്. കറണ്ട് തലേ ദിവസം പോയതാണെങ്കിലും ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് കറണ്ട് പോയ കാര്യം അറിഞ്ഞില്ലായിരുന്നു. നാട്ടിലാണെങ്കിൽ ഒരു ചെറിയ കാറ്റ് വീശുമ്പോൾ പോകുന്ന കറണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിതാ വെളിയിലിട്ട് ഇറങ്ങി അടുത്ത വീട്ടിൽ ആൻറ്റിയോടൊന്ന് കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അവിടെയും ഇല്ലെന്നറിയുമ്പോൾ ഒന്ന് സമാധാനവും, അത്രയേ ഉള്ളൂ അവിടുത്തെ കറണ്ട് പോക്ക്. പക്ഷേ ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇരുട്ടിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിംഗ് ലൈറ്റ് ആണ് എനിക്ക് ദൂതനെ പോലെ എത്തിയത് കേട്ടോ. കാരണം ഈ ഒരു റിംഗ് ലൈറ്റ് മാത്രമായിരുന്നു അവസാനം ഉണ്ടായിരുന്ന ഒരു കച്ചി തുരുമ്പെന്ന് പറഞ്ഞത്. ആ ഒരു ഒറ്റ മുതലിൽ ഞാൻ പവർ ബാങ്കിൽ കുത്തിയിട്ടാണ് ഈ പണികളെല്ലാം ചെയ്തത് കേട്ടോ. ഏകദേശം എൻ്റെ പണികളെല്ലാം ഒതുങ്ങിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പതുക്കെ എത്തി നോക്കാൻ തുടങ്ങി. എന്താണെങ്കിലും 8:30 ആയതോടുകൂടി കറണ്ട് ഇങ്ങി വന്നു. ആദ്യം തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത നല്ല അടിപൊളി സ്റ്റൂ ആണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തിയും സ്റ്റൂവും പിന്നെ ചിക്കൻ കറിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും എന്താ നല്ല അട്ടിപ്പൊളി കിഴങ്ങും അത് കണക്കാണ് നല്ല അട്ടിപ്പൊളി ക്യാരറ്റും ഒക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കി നല്ല കിടില സ്റ്റൂ ആണ്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നമ്മളുടെ സ്റ്റൂ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് സെറ്റാക്കാൻ വേണ്ടി കുറച്ച് കിഴങ്ങും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം തിളയ്ക്കാൻ വിട്ടിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി പരിപാടികളെല്ലാം ചെയ്യാൻ. അങ്ങനത്തെ നമ്മളുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ സൈഡിൽ നെയ്യ് ഉരുക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നെയ്യ് വേണമല്ലോ. അങ്ങനത്തെ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനത്തെ ചിക്കൻ കറി റെഡിയായി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമ്മുടെ ചിക്കൻ കറിയും സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിന്നർ റെഡിയാണ്. കറികളൊക്കെ റെഡിയായി. ഇനി ഇതെല്ലാം കഴിക്കണമെങ്കിൽ ചപ്പാത്തി വേണമല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കറണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചതെന്ന്. അല്ല, ഇത്രയും പേർക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഒരു ഐഡിയ. അത് മാത്രമല്ല ചപ്പാത്തി ഒന്നും കറക്റ്റ് ഷേപ്പിൽ വരത്തുമില്ല. കാണുന്നവർക്കും തോന്നണമല്ലോ അതൊരു ചപ്പാത്തിയാണ്. അങ്ങനെ ചപ്പാത്തി റെഡിയായി, കറി റെഡിയായി, ഫ്രൂട്ട്സും റെഡിയായി. ഇനിയിപ്പോൾ എന്താ കസിൻസ് ഒക്കെ വന്ന് അവരുടെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഗൈസ്, എല്ലാവർക്കും ബൈ.